ഞാനിപ്പോൾ സ്കോട്ട്ലൻഡിൽ മക്കളുടെ അടുത്ത് വന്നേക്കണതാണ്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു ദിവസത്തെ കാലാവസ്ഥയല്ല പിറ്റേ ദിവസം. ഇന്ന് മഴ, മഞ്ഞ്, അങ്ങനെ പല കാലാവസ്ഥയാണ്. ഇപ്പോൾ -5 ആണ് ഇവിടുത്തെ താപനില. അപ്പോൾ അത് കൈയൊക്കെ അങ്ങോട്ട് തണുത്ത് മരയ്ക്കുക. ഇവിടെ ഇന്നിപ്പോൾ സ്നോഫോൾ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 3ാമത്തെ സ്നോഫോളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെറുതായിട്ടാണ്. ഇത് കണ്ടോ, മഞ്ഞൊക്കെ വീണത് കിടക്കണമൊക്കെ. നമ്മുടെ നാട്ടിലെ കാപ്പിപ്പൂ വിരിഞ്ഞേക്കല്ലേ, അതുപോലെയാണിത്. എല്ലായിടത് ഇത് കണ്ടോ, ഇത് മുഴുവൻ ഐസ് ഇങ്ങനെ പിടിച്ചിരിക്കണതാണ്. ഇനി ഞങ്ങൾ ഇവിടെ അടുത്തൊരു തടാകം ഉണ്ടെന്ന് പറഞ്ഞു. അതിങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കണ തടാകമാണ്. അപ്പോൾ മക്കളൊക്കെ അവിടെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോണത്. അതിങ്ങനെ മുഴുവൻ ഐസായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കണതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊന്ന് കാണാം ബാക്കി. ആദ്യത്തെ മഞ്ഞുവീഴ്ചയ്ക്ക് ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് ഓർത്ത് പോയതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടാണ് മഞ്ഞ് വീഴുന്നത്. പിന്നെ മുഖത്തേക്ക് നമുക്കിങ്ങനെ മെറ്റിൽ വാരി എറിയണ മാതിരി ഇങ്ങനെ തെറിച്ച് കൊള്ളുമായിരുന്നു. പിന്നെ നല്ല കാറ്റും. അതുകൊണ്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന മാതിരി ഈ മഞ്ഞ് പെയ്യണത് ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ അല്ലായിരുന്നു. മറ്റേ അവിടെ ഇങ്ങനെ മുത്തുമുത്ത് പോലെയാണ് ഇങ്ങനെ തെറിച്ച് മുഖത്തേക്ക് കൊള്ളുമായിരുന്നത്. അന്നത്തെ മഞ്ഞുവീഴ്ച ഭയങ്കര ഹെവി ആയതുകൊണ്ട് കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്താണ് കളിച്ചുകൊണ്ട് നടന്നത്. അവർ സ്നോമാനെ ഉണ്ടാക്കുകയും മഞ്ഞ് വാരി എറിഞ്ഞ് കളിക്കുകയും അതുപോലെ മഞ്ഞിക്കട തുള്ളി കളിച്ച് നടക്കുമായിരുന്നു. കണ്ണച്ചൻ അവിടെ അടങ്ങിയിരിക്കും, വണ്ടി കുലുങ്ങും. എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുക. നമ്മളിപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ സ്നോ വീണോണ്ടിരിക്കുകയാണ്. അപ്പം സ്നോ വീഴുമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ആദ്യം കുറച്ചുള്ളായിരുന്നു, ഇപ്പം കൂടി വരണ്ട്. അതേ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കാണാതിരിക്കും. നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും. ഈ സ്നോ പെയ്തോണ്ടിരിക്കുക. എടാ ഇതെന്നാ ചാടണേനെന്നാ പ്രത്യേകത? സ്നോ പെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നല്ല പഞ്ഞിത്തുണ്ടുകൾ പോലെ നല്ല രസമാണ് കാണാൻ. ഇങ്ങോട്ട് നോക്കി. അയ്യോ, ഞങ്ങൾ വന്ന സമയം നല്ല കറക്റ്റായി പോയി. നല്ല തണുപ്പാണ്, എന്നാലും വേണ്ടില്ല ഇതൊന്ന് കാണാൻ പറ്റിയില്ലോ. അത് നമുക്ക് വളരെ സന്തോഷമാണ്. ലേക്ക് ഇതേ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെ ചെന്നിട്ട് കാണാം. നീതുവിനെ കാണുമ്പോൾ ഈ എക്സിമോളുടെ ഇത് വെച്ചേക്കണ ലേക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തടാകം ഇതാണ് ഈ കാണുന്നത്. മുഴുവൻ മഞ്ഞ് കട്ടയായിട്ട് കിടക്കുകയാണ്. നല്ല കാഴ്ച, വളരെ മനോഹരമായ കാഴ്ച. അയ്യോ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരെണ്ണം കാണാൻ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. എൻ്റെ പൊന്നെ, എന്ത് രസാ. അയ്യോ, ഇറങ്ങണ്ട വേണ്ട കേട്ടോ, പൊട്ടിപ്പോയാ
ഉച്ചി പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ദേ ആൾക്കാരെ എറിഞ്ഞിരുന്നേ. വേടാ ആൾക്കാർ കമ്പൊക്കെ വെച്ച് എറിയണ്ട. അപ്പോൾ എന്നാൽ തെന്നി പോണതാ അത്. വെള്ളം മുഴുവൻ കട്ട പിടിച്ച് ഐസായിട്ട് കിടക്കുക. നോക്കി നല്ല ഫ്രീസായിട്ട് കിടക്കണതാണ്. അതിൻ്റെ ഈ കാണുന്ന വെളുത്ത് കാണുന്നത് മുഴുവൻ തടാകമാണ്. വെള്ളം മുഴുവൻ കട്ട പിടിച്ച് പോയി അതിനകത്ത്. അതിൻ്റെ മുകളിലേക്ക് ഇപ്പം ഈ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ വെളുപ്പ് കളറിൽ ഇങ്ങനെ കാണുന്നത്. നല്ല ഗ്ലാസ് പോലെ അറിഞ്ഞു കിടന്നത്. അത് ഈ സ്നോ വീണ് നല്ല വെളുത്ത കളറായി. ഒരു പട്ടീനെയും പിടിച്ചോണ്ട് ഇതേ 2-3 പേര് ഐസിൽ കിടന്ന് നടക്കണമെങ്കിൽ നല്ല കരിങ്കല്ല് പോലെയാണ് ഐസ് കിടക്കുന്നത്. അവരത് ഭയങ്കര എൻജോയ് ചെയ്താണ് നടക്കണത്. ഇതേ തെറ്റി പോരുന്നു. ഭയങ്കര രസം. തടാകത്തിൽ കൂടെ കണ്ണമ്മോനും കുട്ടനും കൂടെയും കൂടി ഇങ്ങനെ നടക്കുക. ഐസ് കട്ടയാണ്. ആ കട്ടയുടെ മുകളിൽ കൂടെ നടക്കുക. കണ്ണമ്മോനൊന്ന് തെറ്റി വീഴുകയും ചെയ്തു. അതേ തെറ്റി പോണു. മതി മതി മതി. ഒത്തിരി അടുത്തേക്ക് വേണ്ട. അല്ല വെള്ളം കിടപ്പോഴേ. വെള്ളം ഇല്ല എന്നാലും മതി. കയറിപ്പോരാ. ഇതിപ്പോൾ നമ്മളിങ്ങനെ തടാകത്തിൻ്റെ അരികിൽ നടന്ന് കിടന്നത് തടാകമാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത് എവിടെയാണ്. കുറച്ച് അരയന്നങ്ങളും കുറേ വേറെ ഏതോ കിളികളൊക്കെ ഉണ്ട്. ഇത് വെള്ളം കിടക്കണുണ്ടോ? കുറച്ചിട വെള്ളമായിട്ട് കിടക്കണ്ട്. പക്ഷികളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഐസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വന്നിരിക്കുക. മഞ്ഞിങ്ങനെ ഇവിടെ ഇത്ര ഇട കട്ട പിടിച്ചിട്ടില്ല. ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ കട്ട പിടിക്കാത്ത. ബാക്കി എല്ലായിടും ഐസ് ഇങ്ങനെ ഫ്രീസായി കിടക്കുക. കിളികൾക്ക് തീറ്റ ഇട്ട് കൊടുത്തേക്കണത് ആൾക്കാരൊക്കെ വന്നപ്പോൾ എന്തോ ധാന്യങ്ങളുണ്ട്, ബ്രൊക്കോളി ഉണ്ട്, ഒക്കെ ഇട്ട് കൊടുത്തേക്ക്. അതൊക്കെ വന്ന് ഇന്ന് തിന്നണ്ടത്. വിരൽ മരക്കണം. വിരലൊക്കെ നല്ല മരച്ച്. ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. അതിങ്ങനെ വെള്ളം ഇങ്ങനെ ആ ഫോളൊക്കെ ഫ്രീസായി ഇരിക്കുകയായിരിക്കും. അത് കാണാനാണ് നമ്മൾ പോണത്. ഇപ്പം നമ്മൾ വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് വാട്ടർഫോൾ. അതിൻ്റെ സൈഡൊക്കെ കണ്ടോ, മഞ്ഞിങ്ങനെ പിടിച്ചിരിക്കുക മുഴുവൻ. ഇതേ സൈഡിലെ അരികിൽ നല്ലതായിട്ട് ഇങ്ങനെ മഞ്ഞ് വീണ്. ഇതിൻ്റെ ഈ വശമൊക്കെ കണ്ടോ, വേരൊക്കെ മഞ്ഞായിട്ടാണ് ഇരിക്കുന്നത്. നല്ല രസമാട്ടോ. പക്ഷെ നമ്മുടെ മൂന്നാറിലെയൊക്കെ വാട്ടർഫോളിൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ചീയപ്പാറയൊക്കെ ഉള്ളത് കാണാൻ നല്ല രസമാണ്. അത്രയും ഇല്ല, എന്നാലും ഇവിടെ ഈ ഐസായിട്ട് ഇങ്ങനെ വന്നത് കാണാൻ നല്ല രസമാണ്. ഇപ്രവശത്തുണ്ട്. ഇപ്രവശത്ത് പാറയക്കടയൊക്കെ മഞ്ഞ് പിടിച്ചിട്ട് ഏതോ ജീവിയുടെ ശൽക്കങ്ങൾ ഇരിക്കണമായിരിക്കും. ഇങ്ങനെ കണ്ടോ, ഓരോ ഇത് മഞ്ഞിങ്ങനെ പൊങ്ങിയിരിക്കണമെങ്കിൽ ഒരു പാമ്പിൻ്റെ ഷേപ്പിലൊക്കെ ഒരു മഞ്ഞ് പൊങ്ങിയിരിക്കുന്നു. ഇവിടെ ആൾക്കാർ ഒത്തിരി പേര് ഇവിടുത്തുകാരാട്ടോ കൂടുതലും. മറ്റേ ഇവിടെ പട്ടികളൊക്കെ ആയിട്ട് നടക്കാൻ വന്നേക്കണതും ഒത്തിരി ഉണ്ട്. അതെ, നല്ല രസമാണ്. ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ മരങ്ങളെല്ലാം കണ്ടോ ഇല പൊഴിച്ച് നിൽക്കുക. ഇത് ഈ വിൻ്ററിൻ്റെ സമയത്ത് എങ്ങനെയാണ് മുഴുവൻ ഒറ്റ മരത്തിൽ ഇലകൾ കാണില്ല. പിന്നെ പല കളറുകളിൽ ഇവിടെ അങ്ങനെ കാണാനില്ല. എന്നാലും നമ്മൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ കളറ് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള മതിലുകളൊക്കെ ഇങ്ങനെ ചെടികൾ കളറിലുള്ള ചെടികളാണ് മുഴുവൻ. നാക്ക് തണുത്തിട്ടേ പറയാനങ്ങോട്ട് കിട്ടുള്ള അങ്ങോട്ട്. ദേ പട്ടി ഓടി പോണു. പട്ടീനെ ജാക്കറ്റൊക്കെ ഇടിച്ച് തണുപ്പത്ത് കൊണ്ടുവന്നേക്കണത്. ഇവിടെ മുഴുവൻ അപ്പി മഞ്ഞ. കണ്ണമ്മ ഭയങ്കര സന്തോഷത്തിലാണ് മഞ്ഞിലൂടെ കളിക്കാൻ. ഇതിലിങ്ങനെ ഈ സ്കേറ്റിങ് പോലെ നടത്തിയതാന്ന് തോന്നുന്നു കേട്ടോ. മഞ്ഞ് മാത്രം അപ്പം കാണാനുള്ളൂ. മഞ്ഞും കുറേ ഉണങ്ങിയ മാതിരി നിൽക്കണ ചെടികൾ. പക്ഷെ ഉണങ്ങിയതല്ല കേട്ടോ. അത്
അതിനി വിൻ്ററും കഴിയുമ്പോഴത്തേക്കും എല്ലാം പൊടിച്ച് പുതിയ നല്ല ചെടികളായിട്ട് വരും. ഇല പൊഴിച്ച് നിൽക്കണതാണ് എല്ലാം. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണ് പോണത്. ഇപ്പോൾ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇറങ്ങിയിട്ട് നമുക്ക് താഴെ ഒന്ന് ചെന്ന് നോക്കാം. കുറേ പേരൊക്കെ താഴെയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ വനം പോലെയാണ്. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ നടക്കാൻ പാകത്തിനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മേ അമ്മേ, ആ കണ്ണാൻ നിൽക്കപ്പ. ഇവിടെയാണ് വെള്ളം ചാടുന്നത്. നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട ഭാഗമാണിത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അരികിലെത്തി. അവിടെ മുത്തു കോർത്തിട്ടേക്കണ കാര്യം, മാല തൂക്കിയിട്ടേക്കണ കാര്യം, അത് ഐസ് ഇങ്ങനെ പിടിച്ച് വന്നേക്കണമെന്നുണ്ടോ? ആ വെള്ളം ചാടുന്നതിൻ്റെ സൈഡിലായിട്ട് മുഴുവൻ ഇങ്ങനെ മാല കോർത്തിട്ടേക്കണ കാര്യം ഐസ് പിടിച്ച് കിടക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് അവതാർ സിനിമയിലെ മാതിരി തന്നെയാണ് തോന്നണത്. ഇതിപ്പോൾ വീഡിയോയിൽ നമുക്ക് എന്തോരം നല്ലോണം കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ ആ അവതാർ സിനിമ കാണുന്ന അതേ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കാണാൻ തന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടോ. കണ്ടമാനം ആൾക്കാരുണ്ട് ഇവിടെ. ഇതിൻ്റെ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ ആളുകളാണ്. പിന്നെ മിക്കവരുടെയും കയ്യിൽ ഒരേ പട്ടിയുണ്ട്. പട്ടിയായിട്ട് അവർ കൂടെ വന്നത്. എല്ലാവരുടെയും കയ്യിൽ തന്നെ ഒരേ പട്ടികളുണ്ടാവും. കണ്ണമോൻ ഐസി കൂടെ നടന്നിട്ടും മതിയാവുള്ളൂ. അത് പിന്നെ ഐസി കൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇനി ഇപ്പം എല്ലായിടവും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഇപ്പോൾ -5 അതുകൊണ്ട് കൈയും കാലൊക്കെ മരച്ചിട്ട് നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. ഇവിടെയുള്ളവർക്കൊക്കെ കാര്യം ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് അവർ വന്നാൽ അവർക്കിത് സ്ഥിരം ഈ തണുപ്പ് അനുഭവിക്കണ കാരണം കുഴപ്പമില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈയൊക്കെ അങ്ങ് മരച്ച് സൂചി കുത്തണ കാര്യമാണ്. കയ്യും അതെ കാലും അതെ. ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും കാലൊക്കെ മരച്ചിരിക്കുക. മോനെ അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വാ. വലിക്കണ നോക്കി. എല്ലാവരും മഞ്ഞിൽ കിടന്ന് കളിക്കാനാണ്ടപ്പോൾ അച്ഛനും മോനും ഭയങ്കര ആഗ്രഹം. എന്തേ രണ്ടെണ്ണം കൂടെ ഇറങ്ങി മഞ്ഞിലേക്ക് കളിക്കാൻ പോവുകയാണ് കേട്ടോ. അയ്യോ, പേടിക്കാനൊന്നുമില്ല. നല്ല ഉറച്ച കിടക്കണേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും കൂടെ കളിക്കാനായിട്ട് ഇറങ്ങിക്കുക. അച്ഛനും മോനും കൂടെയും കൂടി മഞ്ഞിൻ്റെ അകത്തേക്ക് പോയേക്കാണ്. അവർക്ക് ഇതിൽ നിന്ന് കയറി പോരാൻ തോന്നല്ല. കണ്ണമോന് ഇത് എന്തോരം കളിച്ചിട്ടും മതിയാവുള്ളൂ. അത് കാരണം പിന്നെയും പോയേക്കുക. പിന്നെ പേടിക്കാനൊന്നുമില്ല. കുറച്ച് സ്ഥലം മാത്രം എങ്ങാണ്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ഇതുള്ളൂ. ബാക്കി ഫുള്ള് ഇങ്ങനെ ഐസ് കട്ട പിടിച്ച് കിടക്കുക. നല്ല കരിങ്കല്ല് പോലെ ഉറച്ച കിടക്കണേ. അതുകൊണ്ട് കുഴപ്പമില്ല. വീണു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.